ഹായ് ഫ്രണ്ട്സ്, ബിസി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ ഒരു 600 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി അടുപ്പാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് തൈര് വേണം. തൈര് ഒരു 3 ടേബിൾ സ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നമുക്ക് ഗരം മസാല വേണം, മല്ലിപ്പൊടി വേണം, മല്ലിയില വേണം, സവാള 2 എണ്ണം വേണം, മുളക് പൊടിയും കാശ്മീരി മുളക് പൊടി വേണം, പിന്നെ ജീരകപ്പൊടി, പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വേണം കേട്ടോ, പിന്നെ ഒരു തക്കാളി, കുറച്ച് ഓയിൽ. ഇത്രയും കൂട്ടണം നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചിക്കനിലേക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് പരത്തി വയ്ക്കണം. അപ്പോൾ നമുക്കത് ആദ്യം ചെയ്യാം. അപ്പോൾ ഞാൻ ബൗളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി കഴുകി വെടുപ്പാക്കി വയ്ക്കുക, എന്നിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് 1 ടേബിൾ സ്പൂണ്. അച്ചിരി കൂടുതലും പുറത്തുനിന്നുണ്ട് കേട്ടോ, നല്ലതാണ്. പിന്നെ നമുക്ക് ഉപ്പ് പാകത്തിന്, പിന്നെ തൈര് അത് നല്ല കട്ടി തൈര് വെച്ചത് നല്ലത്. ഇത്തിരി പുളി ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതാണ് പുളിയുള്ള തൈര്. അപ്പോൾ അതൊരു 3 ടേബിൾ സ്പൂണ്. ഇനി ഇത്ര കൂട്ടങ്ങൾ കൂട്ടി നന്നായി നമുക്കൊന്ന് ഇറച്ചിയിലേക്ക് നന്നായി കൂട്ടി തിരിപ്പിക്കാം. അത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ മഞ്ഞളൊക്കെ നന്നായി അതിൻ്റെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നന്നായി ഒന്ന് കൂട്ടി തിരുമ്പോൾ ഇങ്ങനെ കൂട്ടി തിരുമ്പിയിട്ട് നമ്മളതൊരു 30 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, നമ്മൾ സാധാരണ ഇവിടെ വെച്ചാൽ മതിയിട്ടാണ്. ഇപ്പോൾ തൈരില്ലാന്ന് വെച്ചാൽ ചെറുനാരങ്ങ പിഴിഞ്ഞാലും മതി കേട്ടോ. ഇനി ഇതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് ഇത് കുതിരാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഒരു 15 അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് 10 മിനിറ്റൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട്. ഇതൊക്കെ നന്നായി അരയ്ക്കണം. അപ്പോൾ നമുക്ക് തക്കാളിയും ഈ അണ്ടിപ്പരിപ്പും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ തക്കാളി ഇത്ര വലുതില്ലെങ്കിൽ ചെറുതായാലും 2 എണ്ണം എടുത്താൽ മതി കേട്ടോ. നന്നായി പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. തക്കാളി ഇട്ട് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഒരു പിടി മല്ലിയില കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയും അണ്ടിപ്പരിപ്പും മല്ലിയിലയും കൂടി അരച്ചത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാൻ നോക്കാം. നമുക്ക് സ്റ്റവ് ഓണാക്കി പാൻ വയ്ക്കാം. ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ട് അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് സവോള, ഞാൻ 2 സവോളയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ല ബ്രൗൺ കളറാവണ വരെ ഒന്ന് വാടണം കേട്ടോ. അപ്പോൾ സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വയ്ക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് തുറന്നിട്ട് പിന്നെ നമുക്കത് ഇളക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. ഒരു ബ്രൗൺ കളറാവണ വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ തക്കാളി അണ്ടിപ്പരിപ്പ് മല്ലിയില കൂടിയിട്ട് അതിട്ട് കൊടുക്കാം. ഇനി അതിലൊരു പച്ചമണം പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പേസ്റ്റ് ആക്കി നോക്കിയിട്ട് നന്നായി പച്ചമണമൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ഇടാം. ഇത് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക.
മുളക് പൊടി. അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ജീരകത്തിൻ്റെ പൊടി, പെരുംജീരകമാണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി ആ മസാലകളുടെ ഒക്കെ ഒന്നൊരു മണം, പച്ചമണം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. ഇത് ഈ അധികം കൂട്ടിയിടണ്ടെന്ന് ചെറുതാക്കി ഇട്ടിട്ട് മതി കേട്ടോ. ഇനി പെട്ടെന്ന് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് കരിയും. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ ഇതിലിട്ട് നന്നായി ഒന്ന് ചൂടായി ആ മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക, ആ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തീ കുറച്ചിട്ടൊന്ന് 10-20 മിനിറ്റ് നേരം ഒന്ന് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് മൂടിയിട്ടിട്ടൊന്ന് തീ കുറച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗരം മസാല ഇടണം. 1 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് അടിക്കാൻ തുറന്ന് നോക്കുന്ന നേരത്ത് ഉപ്പ് പോരായിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗരം മസാല ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലത് തന്നെയാണ്. 2 മിനിറ്റ് നന്നായി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ മസാലയും കൂടി അതിൽ പിടിക്കും. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഗാർണിഷ് ചെയ്തു. അപ്പോൾ ചിക്കൻ കറി അത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന എല്ലാ വീഡിയോകൾക്കും തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എന്തായിരിക്കും. അതുവരെയ്ക്കും ബൈ.